കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ വനിതകളുടെയും ഇൻബോക്സ് തിരയുകയും അവിടെയൊക്കെ എത്തി നോക്കി ഇക്കിളി മെസ്സേജ് അയക്കുകയും സ്നേഹം നടിച്ച് പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും നിയമത്തെ വെല്ലുവിളിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടം എന്ന അഴകിയ രാവണന് സസ്പെൻഷൻ മതിയോ? ഇരകളെ കൊല്ലാനും മടിയില്ലാത്ത വേട്ടക്കാരനാണ് രാഹുൽ എന്ന് ഇതിനകം തന്നെ അയാളുടെ ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് വെളിപ്പെട്ടു. അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? ഒരേ സമയം പല പെൺകുട്ടികളെയും വശീകരിക്കുകയും അവരെ ഗർഭിണിയാക്കുകയും അതിനുശേഷം ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തുകയും വേണ്ടി വന്നാൽ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി പല പെൺകുട്ടികളോടും അസഭ്യവർഷം നടത്തുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം ഇന്നേ വരെ കാണാത്ത കൊടും ക്രിമിനലാണ്. ഇയാൾക്ക് കോൺഗ്രസ് ഏർപ്പെടുത്തിയ സസ്പെൻഷൻ കാലാവധി എത്രയെന്ന് പറയുന്നില്ല. പരമാവധി 1 മാസം. പാലക്കാട്ടെ വോട്ടർമാരുടെയും കേരളത്തിലെ ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാനാണ് ഈ സസ്പെൻഷൻ കാലാവധി എത്രയെന്ന് പറയാതെ ഈ കോലാഹലം കഴിയുമ്പോഴേക്കും വിൻസെന്റ് MLA-യും എൽദോസ് കുന്നപ്പിള്ളിയും പോലെ പൊടിയും തട്ടി വീണ്ടും അധികാര കേന്ദ്രങ്ങളിൽ കൈകടത്താനും നിരാലംബരായ, നിരാശരായ, വിശ്വസിച്ച് സ്നേഹിച്ചവന്റെ ആട്ടും തുപ്പും ഭീഷണിയുമേറ്റ പെൺകുട്ടികളെ വീണ്ടും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്താനും വേണ്ടി വന്നാൽ കൊല്ലാനും വരെ മടികാട്ടാത്ത രാഹുലിനെ സംരക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം. സെപ്റ്റംബർ 15-ന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് രാഹുലിന് രക്ഷപ്പെടാനുള്ള ഓണസമ്മാനം ഒരുക്കുകയാണ് സതീശനും ഷാഫിയും ചേർന്ന കേരളത്തിലെ കോൺഗ്രസ്. രാഹുലിനെതിർ ശബ്ദമുയർത്തിയ കോൺഗ്രസിന്റെ തന്നെ വനിതാ നേതാക്കളോട് പോലും ഷാഫി രാഹുൽ അനുയായികൾ ക്രൂരമായ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിട്ടും MLA-യുടെ സുരക്ഷിത സ്ഥാനം നൽകി നാണം കെട്ട കവചമൊരുക്കുന്നു VD സതീശന്റെ കോൺഗ്രസ്.